വിൻസി അലോഷ്യസിന് കംപ്ലീറ്റ് സിനിമാ മേഖലയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉൾപ്പെടെ. സകല ചാനലിലും വന്നിട്ട് ആദ്യമായിട്ട് വിൻസിയോട് മറ്റൊരു ചാനലിൽ വിൻസി അമ്മയിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഞാനാണ്. കാരണം വെറും ചർച്ചകളിൽ ഒതുങ്ങേണ്ട കാര്യമല്ല ഇത്. കാരണം ഞാനും ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. ആ ഇൻഡസ്ട്രിക്ക് നാണക്കേടുണ്ടാവുന്നത് എനിക്കും നാണക്കേടാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് പോലീസ് പോലും എടുക്കുന്ന ഹൈക്കോടതി നമ്മുടെ പോലീസിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതേ ഷൈൻ്റെ കേസിൽ കുറച്ചാൾ മുമ്പ് ഒരു എവിഡൻസും ഇല്ലാതെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും സഹായിച്ചതാണോ എന്നൊക്കെ ഹൈക്കോടതി ചോദിച്ചു. അപ്പൊ ഇന്നിപ്പോ അത് ഇവർക്ക് ആവശ്യമാണ് ഇയാളെ ഇത് തെളിയിക്കേണ്ടത്. ഇത് പകൽ പോലെ സത്യമല്ല. ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടാകുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ മൂന്നാമത്തെ നിലയിൽ നിന്ന് ചാടില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ എന്തിന് ചാടണം? മടിയിൽ കനമുണ്ടെങ്കിൽ ഭയന്നാ പോരെ. ഒറ്റ മൂന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിൽ ചാടി സ്വിമ്മിംഗ് പൂളിന്റെ ഷീറ്റും തകർത്ത് ഓടി നേരെ കൊടൈക്കനാലോ ഊട്ടി അവിടെ എവിടെ പോയി എത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മാത്രം മതി. പക്ഷെ നമ്മുടെ കോടതിയിലെത്തുമ്പോ അതിശക്തമായ ഒരു FIR അതിന്റെ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതും രക്ഷപ്പെട്ടു പോകാനേ സാധ്യതയുള്ളൂ. അങ്ങനെ ആവരുത്. ഇത് ഒരു ഷൈനൊന്നും അല്ല കേട്ടോ. സിനിമയില് ഒരുപാട് ഷൈൻ ടൈം ചാക്കോകളുണ്ട് സിനിമയില്. ഇവരെ എല്ലാം നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ സിനിമയ്ക്ക് നാണക്കേടാണ്. ഞങ്ങളൊക്കെ വളരെ സീനിയറാണ് സിനിമയില്. നമുക്കൊന്നും ഇങ്ങനെ നാണം കെടാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈവൻ പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഈ കേസിൽ ഇവരെതിരെയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്, ഷൈൻ ടൈം ചാക്കോയ്ക്കെതിരെ. കാരണം ഒരു നല്ലൊരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ പാടില്ല. അതിന്റെ പാരന്റ്സിനെയൊക്കെയാണ് കുറ്റം പറയുന്നത്. അവരൊക്കെ എന്താ പറയുന്നത്? എന്റെ മുമ്പ് പേടിച്ചു പോയി പോലീസാണെന്ന് വിചാരിച്ചു. എന്താ കൊച്ചി നേഴ്സറി കുട്ടിയോ? അച്ഛൻ പറയണ 10 കൊല്ലമായിട്ട് ഞങ്ങൾ കേട്ടെടുക്കാൻ ഞങ്ങൾക്കൊരു വിഷയമല്ലാണ്. അവരൊക്കെയാണ് ഈ മകനെ എങ്ങനെ ആക്കിയതെന്ന് ഞാൻ പറയും. എന്തിന് ഇതിന്റെ ആവശ്യം എന്താ? ഇങ്ങനെയാണോ? ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, ഒരു അമ്മ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്, എന്റെ മകൻ ലഹരിക്ക് അടിമയാണ് സാർ, അവനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് അവനെ ഒന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെയുള്ള അമ്മമാരുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ഇത്തരം മകനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് മാതൃത്വവും പിതൃത്വം എന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. സങ്കടമുണ്ട്. നല്ലൊരു നടനാണ്, അതാണ് ഏറ്റവും. ഒരുപക്ഷെ പാരന്റ്സിന് അത് അറിയില്ലായിരിക്കും. ഞങ്ങളെ പോലെയുള്ളവർക്ക് സിനിമാക്കാർക്ക് അയാളെ ആവശ്യമാണ്. അത്ര നല്ലൊരു നടനാണ് അയാൾ. വെറും ആരെങ്കിലും നമ്മൾ ഫോട്ടോ നോക്കിയാൽ അയാൾ ചെയ്ത എല്ലാം നല്ല പോലെ അഭിനയിച്ച് പേര് കേട്ടൊരു നടനാണ് ഇല്ലേ? സൂപ്പർ സ്റ്റാർ ഒന്നും ആയില്ലെങ്കിലും ആവാൻ ചാൻസ് ഉള്ള ഒരാൾ എന്തിനിങ്ങനെ സ്വയം നശിക്കുന്നു? അയാളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്, അല്ലാതെ ഞങ്ങളുടെ ശത്രുവല്ല. ഇതൊക്കെ മനസ്സിലാക്കിയില്ലല്ലോ. ഇത് ഇത്തരക്കാരെ സിനിമയിൽ നിന്നും ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞങ്ങളൊക്കെ വളരെ വന്ന് റീഡ് ചെയ്തോളൂന്നേ. എന്താ സിനിമയ്ക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ? ഒന്നുമില്ല. ഹോട്ടലിൽ കയറുന്ന പോലെ തന്നെ നിങ്ങൾ സിനിമ ലൊക്കേഷനിൽ കാരവാനിലൊക്കെ ചെക്ക് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ചെക്ക് ചെയ്തോളൂ. കാരണം ഇത് ജനാധിപത്യമാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല. സിനിമാക്കാർക്ക് ധൈര്യമായിട്ട് കയറി വരും. ഹോട്ടലുകളിൽ റെയ്ഡ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കാരവാനിൽ കയറിക്കൂടാ? എന്തുകൊണ്ട് ലൊക്കേഷനിൽ വന്നൂടാ? എന്താ പേടിച്ചു പോവോ? കൊച്ചു കുഞ്ഞുങ്ങളുടെ നഴ്സറി സ്കൂളൊന്നും അല്ല സിനിമാ ലൊക്കേഷൻ. കയറി വരട്ടെ. എന്തായാലും നന്നായി എന്ന് ഞാൻ പറയുന്നു. ഇത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ്. ഹേമ കമ്മിറ്റി എന്നൊരു സംഭവം വന്നതോടുകൂടി ഇവിടെ കുറെ പേര് പേടിച്ച് ഇപ്പൊ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൂടിയില്ലേ സിനിമയില്? അതുപോലെ ഇത്തരക്കാർക്കും ഒരു വാണിംഗ് തന്നെയാണിത്. ഇനിയും ആരൊക്കെ ഉണ്ട് അവരെല്ലാം അകറ്റി നിർത്തണം. ഇതിന് നിർമ്മാതാക്കളും പ്രേക്ഷകരും വിചാരിക്കണം. അല്ലാതെ പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ മാത്രം ഒന്നും നിയന്ത്രിക്കാനുണ്ട്. ഇത്തരക്കാർ സിനിമയിൽ വേണ്ട, ഇത്തരക്കാരുടെ സിനിമ കാണൂല എന്ന് പ്രേക്ഷകനും വിചാരിക്കാൻ നിർമ്മാതാക്കൾ ഇവരെ എടുക്കില്ലെന്ന് തീരുമാനിച്ചാൽ പോരെ. എന്തായാലും ഭയങ്കര എനിക്കൊരു ഹാപ്പി തോന്നുന്നു ഇന്ന്. ഇതിനൊരു കൺക്ലൂഷൻ ഇതോടുകൂടി ഉണ്ടാവട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.